വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത്, അതായത് ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള കുറച്ച് പോൾസ് ആയിരുന്നു, ഞാൻ ഇനി ഏത് കണ്ടന്റ് വേണം എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, വോട്ട് ചെയ്തിട്ടുള്ളത് നഴ്സിംഗ് റിലേറ്റഡ് കണ്ടന്റ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ ബാംഗ്ലൂർ ടോക്സ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോ നിങ്ങൾ നഴ്സിംഗ് അഡ്മിഷൻ എടുത്തവരായിരിക്കാം, അതല്ലാതെ എന്തെങ്കിലും നഴ്സിംഗ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. അപ്പോ നിങ്ങളുടെ സെം, ഈ BSc നഴ്സിംഗ് 4 ഇയേഴ്സിൽ എത്ര സെം വരുന്നുണ്ട്, ഓരോ സെമ്മിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്, ഓരോ സെമ്മിലും എക്സാമുകൾ ഏതൊക്കെ സബ്ജക്റ്റിനാണ്, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോ BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതൊരു 4 ഇയർ കോഴ്സ് ആണ്. ഇത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ഇയർ വൈസ് തന്നെയായിരുന്നു അതിന്റെ എക്സാം. പക്ഷെ ഇപ്പോ നമുക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഉള്ള കോഴ്സുകളെ പോലെ തന്നെ BSc നഴ്സിംഗ് ഇപ്പോ സെമസ്റ്റർ വൈസ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് മെയിൻലി 4 ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി 8 സെമസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതായത് ഈച്ച് ഇയർ 2 സെമസ്റ്റേഴ്സ് വെച്ചിട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 2 സെമസ്റ്റേഴ്സ് പഠിക്കും. ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ, അങ്ങനെ തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, ഫിഫ്ത് സെമസ്റ്റർ, സിക്സ്ത് സെമസ്റ്റർ ആൻഡ് 7th and 8th. ഇതില് 8ാമത്തെ സെമസ്റ്ററിലാണ് നിങ്ങൾക്ക് ഫുൾ ഇന്റേൺഷിപ്പ് വരുന്നത്. 7th സെമസ്റ്റർ വരെയാണ് നിങ്ങൾക്ക് ഫുൾ തിയറി, അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസും ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് 8ാമത്തെ സെമ്മില് ഫുൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ആദ്യം വരുന്നത് ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയറിൽ മെയിൻലി 2 സെമസ്റ്റേഴ്സ് ആണ് വരിക, ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം. അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മില് മെയിൻലി വരുന്നത് 6 സബ്ജക്റ്റുകളാണ്. തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരുന്നത് 6 സബ്ജക്റ്റുകളാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അപ്ലൈഡ് അനാറ്റമി, അപ്ലൈഡ് ഫിസിയോളജി, അപ്ലൈഡ് സോഷ്യോളജി, അപ്ലൈഡ് സൈക്കോളജി ആൻഡ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1. അതായത് ഞാനിപ്പോ പുതിയ സിലബസ് ആണ് പറയുന്നത്. ഇത് ഇപ്പോ കുറച്ച് നാളായിട്ട് ഇത് അപ്ഡേറ്റഡ് ആയിട്ട്, സിലബസ് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് അപ്ഡേറ്റഡ്, ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സെമസ്റ്റർ 1 ഫസ്റ്റ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. അതായത് ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും കർണാടകയിൽ അഡ്മിഷൻ എടുത്ത ഒത്തിരി കുട്ടികളെ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്, ചേച്ചി ഇംഗ്ലീഷ് പറയാൻ, എനിക്ക് ഇംഗ്ലീഷ് അധികം നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, എഴുതാനും വായിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് അത്ര ഫ്ലുവൻസി ഇല്ല, അപ്പൊ അതൊരു പ്രശ്നമാകുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോ അതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു നിങ്ങൾക്കൊരു കോഴ്സ് പോലെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനുള്ള ഒരു ടൈം പീരീഡ് ആണ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുക. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചതുപോലെ ചെറിയ ചെറിയ ഫ്രേസസ്, അതേപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അങ്ങനത്തെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാനുള്ളതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ആ ഒരു സബ്ജക്ട് ഫസ്റ്റ് സെമ്മിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തത് വരുന്നത് അപ്ലൈഡ് അനാറ്റമി ആൻഡ് അപ്ലൈഡ് ഫിസിയോളജി. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ചാണ് എക്സാമിന് വരുന്നത്. അപ്ലൈഡ് അനാറ്റമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ ബോഡിയുടെ പാർട്സ് ഏതൊക്കെയാണെന്നും അതിന്റെ ഓർഗൻസുകൾ അതെങ്ങനെ വരയ്ക്കും, അതിന്റെ സ്ട്രക്ചർ ഫുള്ളാണ് നമുക്ക് അനാറ്റമിയിൽ വരുന്നത്. അപ്ലൈഡ് ഫിസിയോളജിയിൽ വരുന്നത് നമ്മൾ അനാറ്റമിയിൽ പഠിക്കുന്ന ഓരോ ഓർഗൻസുകള്, മറ്റേ പാർട്സുകൾ, അതിന്റെ എല്ലാം ഫങ്ഷൻസ്, അതേപോലെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നോർമൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അപ്ലൈഡ് ഫിസിയോളജിയിൽ പഠിക്കുക. അതിനുശേഷം വരുന്ന അടുത്ത സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ സൊസൈറ്റിനെ കുറിച്ചിട്ട്, കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യോളജിയിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് സൈക്കോളജി. ഈ അപ്ലൈഡ് സോഷ്യോളജിയും അപ്ലൈഡ് സൈക്കോളജിയും മെയിൻലി ഒരുമിച്ചാണ് എക്സാം നടക്കുക. അതായത് ടോട്ടൽ 3 hours ആണെങ്കിൽ ഈ അനാറ്റമി, ഫിസിയോളജി, അതേപോലെ തന്നെ സോഷ്യോളജി, സൈക്കോളജി എല്ലാം ടോട്ടൽ 3 hours ആണ് എക്സാമിൽ. 1.5 hour വെച്ചിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് അനാറ്റമി അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കും, പിന്നെ ഫിസിയോളജി ഓർ സൈക്കോളജി. അങ്ങനെയാണ് നമുക്ക് എക്സാം വരുന്നത്. സൈക്കോളജി മെയിൻലി ഇറ്റ് റിലേറ്റ്സ് ടു അവർ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഡിസീസസ്, അങ്ങനെ നോർമൽ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി എല്ലാമാണ് നമ്മൾ സെമസ്റ്റർ 1 നമ്മൾ പഠിക്കുന്നത്. പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നഴ്സിംഗിന് വേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 പഠിക്കുന്നത്. പക്ഷെ നമ്മള് സെമസ്റ്റർ 1 നമ്മൾ എക്സാമിൽ എഴുതുന്നത് അപ്ലൈഡ് അനാറ്റമി ആൻഡ് അപ്ലൈഡ് ഫിസിയോളജിയും
അപ്ലൈഡ് സോഷ്യോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി മാത്രമാണ് നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ മെയിൻ എക്സാമിന് എഴുതുന്നത്. നഴ്സിംഗ് ഫൗണ്ടേഷൻ നമ്മൾ തിയറി ആയിട്ട് പഠിക്കും ഫസ്റ്റ് സെമിസ്റ്ററിൽ, പക്ഷെ എക്സാം വരുന്നത് സെക്കൻഡ് സെമിസ്റ്ററിലാണ്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ ആണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ മെയിൻലി നമുക്ക് വരുന്നത് 4 സബ്ജക്റ്റുകളാണ്. അതിൽ ഒന്നാമത്തെ സബ്ജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും അപ്ലൈഡ് ബയോകെമിസ്ട്രി, പിന്നെ വരുന്നത് അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അടുത്തത് വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ആൻഡ് പിന്നെ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ടെക്നോളജി ആണ് വരുന്നത്. അത് നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് 5th സെമ്മിലായിരുന്നു ഇൻഫോർമാറ്റിക്സ് ഒക്കെ വരുന്നത്, ബട്ട് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെയാണ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് ടെക്നോളജി വരുന്നത്. ഈ അപ്ലൈഡ് ബയോകെമിസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കെമിക്കൽ രീതി, ഒരു ബയോളജി പ്ലസ് കെമിസ്ട്രി ആ ഒരു രീതിയിലാണ് നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷനിൽ മെയിൻലി നമ്മുടെ കുക്കിംഗ് മെത്തേഡുകൾ, പിന്നെ നമ്മുടെ ഓരോ വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ ബോഡിയിൽ എത്ര ഡെയിലി അലവൻസസ്, എത്രയാണ് നമുക്ക് ഡെയിലി റിക്വയർമെന്റ് ഉള്ളത് ഫുഡിന്റെ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിൽ. പിന്നെ വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ 2, അതായത് നമ്മൾ സെമിസ്റ്റർ 1 പഠിച്ച നഴ്സിംഗ് ഫൗണ്ടേഷൻ 1ന്റെ ബാലൻസ് ആയിട്ടാണ് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2 വരുന്നത്. പിന്നെ നമുക്ക് ഇൻഫോർമാറ്റിക്സ് ആൻഡ് ടെക്നോളജി, അത് മെയിൻലി ടെക്നോളജീസിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്നതാണ് ആ ഒരു സബ്ജക്ട്. ഈ സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് മെയിൻലി വരുന്ന എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും, നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അപ്ലൈഡ് ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും, അതേപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ, ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച നഴ്സിംഗ് ഫൗണ്ടേഷൻ 1ഉം സെക്കൻഡ് സെമിസ്റ്ററിലുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ 2ഉം ഒരുമിച്ച് നമുക്ക് കൊളാബറേറ്റ് ആയിട്ടാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എക്സാം നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ നടക്കുന്നത്. അടുത്തത് നമ്മുടെ സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയറിൽ മെയിൻലി വരുന്നത് നമുക്ക് 2 സെമിസ്റ്റേഴ്സ് ആണ്, 3rd സെമിസ്റ്റർ ആൻഡ് 4th സെമിസ്റ്റർ. അതിന് നമുക്ക് 3rd സെമിസ്റ്ററിൽ വരുന്നത് മെയിൻലി നമുക്ക് 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി. അതിനുശേഷം വരുന്നത് ഫാർമക്കോളജി 1, ദെൻ പാത്തോളജി 1 ആൻഡ് അടുത്തൊരു സബ്ജക്ട് വരുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ഇസ് നമുക്ക് വേറെ പേര് പറയുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് തന്നെയാണ്. നമ്മുടെ ഇയർ വൈസ് നോക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് തന്നെയാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ വരുന്നത്. അതായത് നമുക്ക് അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബാക്ടീരിയാസിനെ കുറിച്ചിട്ട്, അതിന്റെ കൾച്ചർ മീഡിയം, അങ്ങനെ ബാക്ടീരിയകളെ കുറിച്ച്, വൈറസിനെ കുറിച്ച്, അങ്ങനെ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് മൈക്രോബയോളജിയിൽ. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള എന്തൊക്കെ സ്റ്റാൻഡേർഡ്സുകൾ, അതിന്റെ പ്രോട്ടോകോൾസ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ മെയിൻലി പഠിക്കുന്നത്. അടുത്ത സബ്ജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഫാർമക്കോളജി ആണ്. ഫാർമക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഡ്രഗ്സ്, ഓരോ സിസ്റ്റം വൈസ് അനുസരിച്ച് നമുക്ക് ഓരോ ഡ്രഗ്സ് ആണ് ഫാർമക്കോളജിയിൽ വരുന്നത്. പിന്നെ പാത്തോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഡിസീസ് കണ്ടീഷൻ, അതിന്റെ എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിയിൽ കോസ് ചെയ്യുന്ന ആ ഒരു പാത്വേ, അങ്ങനെയൊക്കെ പറയുന്നതാണ് പാത്തോളജി. ദെൻ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഓരോ സിസ്റ്റം വൈസ് നമ്മൾ ഓരോ സിസ്റ്റം വൈസ് നമുക്ക് വരുന്ന ഡിസീസ് കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ഈ 3rd സെമിസ്റ്ററിൽ മെയിൻലി എക്സാം വരുന്നത് 2 സബ്ജക്റ്റ് ആയിരിക്കും. അതായത് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി, അതേപോലെ തന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. ഇത് രണ്ടുമായിരിക്കും നമുക്ക് 3rd സെമിസ്റ്ററിൽ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ 4th സെമിസ്റ്ററിലാണ്. 4th സെമിസ്റ്ററിൽ മെയിൻലി നമുക്ക് 4 സബ്ജക്റ്റുകളാണ് വരിക. അതായത് ഒന്നാമത്തെ ഫാർമക്കോളജി 1, ഫാർമക്കോളജി 2 ആണ് നമുക്ക് 4th സെമിസ്റ്ററിൽ വരിക. ഫാർമക്കോളജി 1 നമ്മൾ 3rd സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ ഫാർമക്കോളജി 2 നമ്മൾ 4th സെമിസ്റ്ററിൽ പഠിക്കും. പിന്നെ പാത്തോളജി 2 ആൻഡ് ജെനറ്റിക്സ്. അതിനുശേഷം പിന്നെ വരുന്ന അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2. അതേപോലെ തന്നെ നമുക്ക് വേറെ സബ്ജക്റ്റ് ആണ് വരുന്നത് പ്രൊഫഷണലിസം. അതായത് നമുക്ക് ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി ഡ്രഗ്സിനെ കുറിച്ച്, ഓരോ സിസ്റ്റം വൈസ് നമുക്ക് വരുന്ന അസുഖങ്ങൾ, അതിന് കൊടുക്കുന്ന ഡ്രഗ്സുകളെ കുറിച്ചിട്ട്, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിന്റെ കമ്പോണൻസ്, അങ്ങനത്തെ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ ഡീപ്ലി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഫാർമക്കോളജി എന്ന് പറയുന്നത്. അടുത്തൊരു സബ്ജക്റ്റ് ആണ് പാത്തോളജി ജെനറ്റിക്സ്. സെയിം തിങ് നമ്മൾ 3rd സെമിസ്റ്ററിൽ പാത്തോളജി പഠിക്കുന്നത് പോലെ ഓരോ ഡിസീസ് കണ്ടീഷന്റെ പാത്തോഫിസിയോളജി, അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നമുക്ക് വരുന്നത്, അതിന്റെ ഫുൾ പാത്വേസ് ഒക്കെയാണ് നമ്മൾ പാത്തോളജി. പിന്നെ ജെനറ്റിക്കൽ കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ
ജനറ്റിക്സിൽ പഠിക്കുന്നത്. പിന്നെ വരുന്ന നമുക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 നമ്മൾ കുറച്ച് സിസ്റ്റംസ് ആണ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡി സിസ്റ്റംസിലെ കുറച്ച് സിസ്റ്റം ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 പഠിച്ചിട്ടുണ്ടാവുക. AHN2 നമ്മൾ പഠിക്കുന്നത് ബാക്കി സിസ്റ്റം വൈസ് ഡിസീസ് കണ്ടീഷനെ കുറിച്ചിട്ടായിരിക്കും. പിന്നെ പ്രൊഫഷണലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണലിൽ നമുക്കുള്ള എത്തിക്സുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ലീഗൽ ആസ്പെക്ടുകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചാണ് പ്രൊഫഷണലിസംസിൽ പഠിക്കുന്നത്. അപ്പൊ ഈ സെമസ്റ്ററിൽ നമുക്ക് മെയിൻലി വരുന്ന എക്സാമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻലി 2 എക്സാംസ് ആണ് വരിക. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഫാർമക്കോളജി, പാത്തോളജി ആൻഡ് ജനറ്റിക്സ്. ഈ ഫാർമക്കോളജിയും പാത്തോളജി ആൻഡ് ജനറ്റിക്സ് നമുക്ക് ഒരുമിച്ചാണ് നടക്കുക. അതായത് ആദ്യത്തെ 1.5 മണിക്കൂർ ഫാർമക്കോളജി, പിന്നെ പാത്തോളജി ആൻഡ് ജനറ്റിക്സ്. പിന്നെ അടുത്ത് വരുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 ആണ് നമുക്ക് ഇതിന്റെ എക്സാമിൽ വരുന്നത്. സോ ഈ 2 സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് 4th സെമസ്റ്ററിൽ വരുന്നത്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 3rd ഇയർ ആണ്. 3rd ഇയറിൽ മെയിൻലി നമുക്ക് 2 സെമസ്റ്റർ ആണ് വരുന്നത്, 5th ആൻഡ് 6th സെമസ്റ്റർ. 5th സെമസ്റ്ററിൽ നമുക്ക് മെയിൻലി വരുന്ന തിയറി, നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1, അതായത് നമ്മുടെ പീഡിയാട്രിക്സ്, നമ്മൾ ചെറിയ കുട്ടികളെ കുറിച്ച് അവരുടെ നോർമൽ വെയിറ്റ് എത്രയാണ്, അവരുടെ ബോൺ ആവുമ്പോൾ ഉള്ള വെയിറ്റുകൾ, അവരുടെ പല ക്ലാസിഫിക്കേഷൻസ്, അങ്ങനെ കുട്ടികളെ കുറിച്ചിട്ട് ഫുൾ പഠിക്കുന്നതിനാണ് നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 പഠിക്കാം. പിന്നെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1, അത് നമ്മുടെ മെന്റൽ ഹെൽത്തിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, ഓരോ ഡിസീസ് കണ്ടീഷൻ, മെന്റൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഓരോ ഡിസീസ് കണ്ടീഷനെ കുറിച്ചായിരിക്കും നമ്മൾ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1 പഠിക്കുക. പിന്നെ വരുന്ന നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1, അതായത് മെയിൻലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഒരു നേഴ്സ്, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ കമ്മ്യൂണിറ്റിക്ക് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, അങ്ങനെ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ഓർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ഇത് മെയിൻലി നമ്മൾ പറയുന്നത് CET എന്നാണ്. അതായത് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി പഠിക്കണം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന AV-AIDS അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഈ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഓർ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ വരുന്നത്. പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് നഴ്സിംഗ്, അതായത് നമ്മുടെ ലോ, പിന്നെ ഇപ്പൊ എന്തെങ്കിലും ക്രൈം സീൻസ് വരാണെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഒരു ഫോറൻസിക് ടീമിൽ ആരൊക്കെ ഉണ്ടാവും, അങ്ങനെ ഫോറൻസിക്കിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഫോറൻസിക് നഴ്സിംഗ്. നമുക്കപ്പോൾ 5th സെമസ്റ്ററിൽ മെയിൻലി വരുന്ന യൂണിവേഴ്സിറ്റി എക്സാംസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 അതേപോലെ തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷനും ആണ്. ഈ 2 സബ്ജക്റ്റുകളാണ് മെയിൻലി നമുക്ക് 5th സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ട് വരും. അടുത്തത് വരുന്നത് നമ്മുടെ 6th സെമസ്റ്റർ ആണ്. ഇതിൽ മെയിൻലി വരുന്ന 4 സബ്ജക്റ്റുകളാണ്. അതായത് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 2, അതായത് നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ച നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ടുള്ള പീഡിയാട്രിക് സംഭവങ്ങൾ ഫുൾ നമ്മൾ ഹാഫ് പോർഷൻ ആയിരിക്കും 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുക, ബാക്കി പോർഷൻസ് നമ്മൾ 6th സെമ്മിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പിന്നെ വരുന്നത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 2, അതും നമ്മുടെ മെന്റൽ ഡിസീസ് കണ്ടീഷൻസുകളെ കുറിച്ചിട്ട്. പിന്നെ വരുന്നത് നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, അതായത് നമുക്ക് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻസ്, അതേപോലെ തന്നെ നഴ്സിംഗ് ഫുൾ മാനേജ്മെന്റ് സിസ്റ്റംസ് ആണ് നമ്മൾ നഴ്സിംഗ് മാനേജ്മെന്റ് ലീഡർഷിപ്പിൽ പഠിക്കുക. അതിനുശേഷം വരുന്നതാണ് മിഡ് വൈഫറി ഒബ്സ്റ്റട്രിക്കൽ ആൻഡ് ഗൈനക്കോളജി 1, അതായത് നമ്മൾ മെയിൻലി ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ്, അതായത് പ്രഗ്നന്റ് ലേഡീസ്, അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഫുൾ ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ്, ഡെലിവറിക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ, അതിനുശേഷം അബ്നോർമൽ ഡെലിവറീസ്, പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി, അങ്ങനത്തെ ഫുൾ ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസിനെ ആയിരിക്കും നമ്മൾ OBG, അതായത് മിഡ് വൈഫറി ആൻഡ് ഒബ്സ്റ്റട്രിക്കൽ ഗൈനക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവാം. പിന്നെ നമുക്ക് വരുന്നത് 7th സെമസ്റ്റർ ആണ്, അതായത് നമ്മുടെ 4th ഇയർ, അതാണ് ലാസ്റ്റ് ഇയർ. അത് മെയിൻലി നമുക്ക് 2 സെമസ്റ്റേഴ്സ് ആണ്, 7th ആൻഡ് 8th സെമസ്റ്റർ. 7th സെമസ്റ്ററിൽ നമുക്ക് മെയിൻലി വരുന്നത് 3 സബ്ജക്റ്റുകളാണ്. അതിനകത്ത് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2, അതായത് നമ്മൾ നേരത്തെ 5th സെമസ്റ്ററിൽ പഠിച്ച നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ കുറിച്ചിട്ടുള്ള ബാലൻസ് റിമൈനിങ് പോർഷൻ ആയിരിക്കും നമ്മൾ 7th സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2. പിന്നെ വരുന്നത് നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മൾ റിസർച്ചിന്റെ മെത്തേഡ്, നമ്മൾ എങ്ങനെ റിസർച്ച് ചെയ്യും, റിസർച്ചിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് പോർഷൻ അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. പിന്നെ വരുന്ന ലാസ്റ്റ് സബ്ജക്റ്റ് ആണ് മിഡ് വൈഫറി ആൻഡ് ഒബ്സ്റ്റട്രിക്കൽ ഗൈനക്കോളജി 2, പാർട്ട് 2 ആണ് നമുക്കപ്പം 7th സെമസ്റ്ററിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ
സിലബസ് വൈസ് നമ്മുടെ സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ വരുന്നത്. ആൻഡ് ലാസ്റ്റ് 8th സെമസ്റ്റർ അത് ഫുൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ആയിരിക്കും, ഫുൾ പ്രാക്ടീസ് ആയിരിക്കും ആ ഒരു പീരീഡിൽ. സോ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളിപ്പോ ഒരു പുതിയൊരു BSc നഴ്സിംഗ് പഠിക്കാൻ കയറുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ടാവുക. ഇനി സിലബസ് നമുക്ക് എപ്പോഴാണ് ഇനി വേറെ അപ്ഡേഷൻ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇപ്പോ കറന്റ്ലി നമ്മള് പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെമസ്റ്റർ വൈസ് സിലബസ് വൈസ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഓരോ സബ്ജക്റ്റും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കണ്ടീഷൻസ് ആണ്, അങ്ങനെ നമ്മൾ ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വരുന്നതായിരിക്കും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഞാൻ എന്റെ കുറച്ച് നേരത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് എപ്പോഴായിരിക്കും തുടങ്ങുക, അങ്ങനെയുള്ളൊരു എല്ലാ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പൊ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തായിരിക്കും തുടങ്ങുക. പക്ഷെ ഇപ്പോ ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും ഇപ്പൊ അപ്ഡേഷൻ വന്നിരിക്കുന്നത് അവർ ഓഗസ്റ്റിൽ, അതായത് നെക്സ്റ്റ് മന്ത് ഹാഫോടെ തന്നെ ഓഗസ്റ്റ് 11 to 15 ആ ഒരു ഡേറ്റിലൊക്കെയാണ് ഇപ്പൊ ഇവിടെ കമൻസ്മെന്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഹാഫോടെ തന്നെ. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ട്, അതായത് നിങ്ങളുടെ ഇനി എന്തായാലും ആ സമയത്തല്ല ക്ലാസ്, സെപ്റ്റംബർ ഒക്ടോബറിലെ ക്ലാസ് തുടങ്ങത്തുള്ളൂ, ആ ഒരു മൈൻഡ് വയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇനി ലേറ്റ് ആക്കാതിരിക്കുക. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കോളേജ് സീറ്റ് ഓൾമോസ്റ്റ് ഫിൽഡ് ആയി. ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ വേഗം എടുത്തോളാം. കാരണം നമ്മുടെ ക്ലാസ് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നമുക്ക് ഫീസൊക്കെ അടയ്ക്കേണ്ട ഓരോ ടൈമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങള് ഫീസിന്റെ കാശുകളെല്ലാം നിങ്ങളൊക്കെ ഒപ്പിച്ചൊക്കെ തുടങ്ങിക്കോളൂ. കാരണം നമുക്കൊരു ചിന്ത ഉണ്ടാവും, കാരണം എന്തായാലും നമുക്ക് 1 വർഷം ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ അടച്ചു തീർത്തും. അത് അങ്ങനെയല്ല, ചില കോളേജുകളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫീസൊക്കെ അടയ്ക്കേണ്ടതുണ്ട്. ഫീസൊക്കെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഫുള്ളൊക്കെ അടയ്ക്കേണ്ട കോളേജുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളെല്ലാം പ്രിപ്പയർ ആയിക്കൊള്ളുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ BSc നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ BSc നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരും. നമുക്ക് എക്സാം എഴുതാം, എക്സാമിന്റെ ടിപ്സുകൾ എങ്ങനെയൊക്കെയാണ്, എറേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ എസെൻഷ്യൽസ്, എനിക്ക് പിന്നെയും വരുന്ന കമന്റുകളാണ് ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിന്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ കാണേണ്ടവർ പോയി കാണുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ടുഡേയ്സ് വീഡിയോ. ഇപ്പോഴും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ദിസ് ഇസ് മീ ഹ്യൂമൻ ജോണ സൈനിങ് ഓഫ്.